വന്നതേ ഉള്ളു പ്രിയങ്ങളെ. തലവേദന എടുക്കുന്നതിന് കുറച്ച് അലച്ചിലായിരുന്നു. 8 മണി കഴിഞ്ഞു വന്നപ്പോ. വന്ന് കേറിയതേ ഉള്ളു. പിന്നെ പാല് കൊണ്ടുവച്ചോ? സൂപ്പർ മാർക്കറ്റിൽ കയറി പാല് മേടിച്ചു. പിന്നെ അമ്മയുടെ അടുക്ക പോയി. വേറെ കുറെ ആവശ്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ആൾക്കാരെയൊക്കെ കാണാമായിരുന്നു. അങ്ങനെ സമയം പോയി. പിന്നെ അങ്ങനെ വീട്ടിലോട്ട് വന്ന് കയറിയതേ ഉള്ളൂ. ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട രാജി കൊച്ചു വന്നായിരുന്നു. നമുക്കിടയ്ക്ക് നക്ഷത്രപ്പുളിയൊക്കെ കൊണ്ട് തന്നെന്ന് പറഞ്ഞില്ലേ രാജി എനിക്കിന്ന് കുറച്ച് സമ്മാനവും കൊണ്ടാണ് വന്നത്. കണ്ടടാ, ഈ ഉടുപ്പിന് ചേരുന്ന കളറിലെ കുപ്പിവളം. മലയാലിപ്പുഴ അമ്പലത്തിൽ ഉത്സവമായിരുന്നു. അവിടുന്ന് വാങ്ങിയതാട്ടോ. ഇന്ന് വന്നപ്പോ എനിക്ക് കൊണ്ട് തന്നിട്ട് പോയി. അപ്പോ ഇന്നത്തെ സന്തോഷമായിരുന്നു. അപ്പൊ ഞാൻ ഇച്ചിരി വെള്ളം ചൂടാക്കി ഒന്ന് കുളിക്കട്ടെ പ്രിയങ്ങളെ. നല്ലൊരു മഴ പെയ്തു. ഞങ്ങള് അവിടുന്ന് ഇങ്ങോട്ട് പോരാൻ ഇറങ്ങിയ ഉടനെ ഒരു മഴ, ഭയങ്കര ഒരു മഴ. നമ്മള് കുറച്ച് ദൂരം അങ്ങോട്ട് ചെന്നിട്ട് വേറൊരു സ്ഥലം വരെ പോകണമായിരുന്നു. അപ്പൊ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും മഴയായി. പിന്നെ അവിടെ പമ്പിൽ വണ്ടി നിർത്തിയിട്ട് കുറച്ചു നേരം അവിടെ നിന്നു. പക്ഷെ പിന്നെ മഴ ഉറക്കുമായിരുന്നു. ഞാൻ പിന്നെ കോട്ട് എടുത്തിട്ട് മുത്തു നനഞ്ഞോളാന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോയി. പിന്നെ മഴ തോർന്നിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചത്. അങ്ങനെ പിന്നെ വന്ന് ഇവിടെ ഞാൻ പറഞ്ഞിട്ട് കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് നല്ല തണുപ്പ്. ആ മഴ നനഞ്ഞതിൻ്റെ തണുപ്പുണ്ട്. വെച്ച് വെള്ളം ചൂടാക്കി ഒന്ന് കുളിക്കട്ടെ. രാത്രിയിൽ അത്താഴത്തിന് ചോറും കറികളും ഒക്കെ ഇരിപ്പുണ്ട്. മുത്തിന് ചോറ് വേണ്ട. രാവിലെ പുട്ടും പഴവുമായിരുന്നു. പുട്ടിരിപ്പുണ്ട്. അപ്പോൾ അത് മതിയെന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് ജോലി ഒന്നുമില്ലല്ലോ, അതുകൊണ്ട് വരുന്ന ഉടനെ മുറ്റമൊക്കെ ഒന്ന് തൂക്കണം, അരി അരച്ച് വെക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ അരിയൊക്കെ വെള്ളത്തിലിട്ടിട്ടാണ് പോയത്. ഇനി ചോറുണ്ടിട്ട് കുളിച്ചിട്ട് വന്ന് ചോറുണ്ടിട്ട് അരി അരച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അല്ല പിന്നെയും താമസിക്കും കഴിക്കാൻ. കരിക്ക് വെട്ടി ഇന്നലെ പറഞ്ഞില്ലേ അമ്മയുടെ അടുക്കൽ കരിക്ക് കൊണ്ടുവന്നു. ആ കരിക്ക് വെട്ടി നമുക്ക് അപ്പം ഉണ്ടാക്കാൻ അരച്ച് വെക്കാം. അപ്പോൾ പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കരിക്ക് വെട്ടാം. വെട്ടാനൊന്നും അറിയത്തില്ല, നോക്കട്ടെ. എനിക്ക് ഒരു 2-3 പൊട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇത്ര ഇങ്ങനെ കരിക്കാട്ടോ. അത് ഇതും ഇച്ചിരി കട്ടിയുണ്ട്, ഒരെണ്ണം ഒട്ടുമില്ല. ഇത് നമുക്ക് അരച്ചു വെക്കണം. ഞാൻ വല്ലതും കഴിക്കാനുള്ള പരിപാടികൾ നോക്കട്ടെ. ഇതേക്ക് ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാൻ പുട്ടും പഴവും കൊണ്ടുപോയത്. അതുകൊണ്ട് വിശപ്പുണ്ട്. വിശപ്പ് മാറ്റിയിട്ട് അരി അരച്ചു വെക്കണം. പുട്ടും കൂടെ ഞാനൊന്ന് ആവി കയറ്റാൻ അങ്ങോട്ട് വെച്ചേ. തണുത്തിരിക്കുക, മഴയായിരുന്നേ. ഇതൊരു തണുപ്പായിരുന്ന വെള്ളത്തിനെന്നറിയാവോ. ഞാൻ ഇച്ചിരി പച്ചവെള്ളം ഒഴിച്ചിട്ടോ ഭാഗ്യമായ വെള്ളം ചൂടാക്കിയത്. അപ്പോൾ നമുക്ക് തേങ്ങ ഒന്ന് ചിരണ്ടി വെക്കാം. അപ്പോഴത്തേക്ക് അതൊക്കെ റെഡി ആവട്ടെ. ഇത് തീരെ നൈസാണ് കേട്ടോ. ഞാൻ അതുകൊണ്ട് ഇച്ചിരി കഴിക്കാൻ പോവാം. നാളെ നമുക്ക് പാലപ്പം ഉണ്ടാക്കാം. ഒത്തിരി നാളായി പാലപ്പം ഉണ്ടാക്കിയിട്ട്. പാലപ്പത്തിന് കപ്പി കാച്ചിയൊക്കെ ഉണ്ടാക്കും. ഞാനിങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. വലിയൊരു പണിയായിരുന്നു കേട്ടോ. കൈ വേദന എടുക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരിടത്ത് പ്രോഗ്രാം നടക്കുന്നു, പാട്ട് കേൾക്കുന്ന എവിടാന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി നോക്കിയല്ലോ. അപ്പോൾ ഒത്തിരി പേര് ആ വീഡിയോയ്ക്കകത്ത് കമന്റ് ഇട്ടു, അങ്ങനെ വെളിയിൽ ഇറങ്ങരുതെന്ന് കേട്ടോ. ഇവിടെ ലൈറ്റ് ഉണ്ട്. ഈ കാണുന്നത് റോഡാണ് കേട്ടോ. ഇരുട്ടായതുകൊണ്ട് നിങ്ങൾക്ക് കാണത്തില്ലെന്നേ ഉള്ളൂ. ഈ കിണറിനപ്പുറത്ത് ഒരു ചെറിയൊരു ഗ്യാപ്പ്, അത് കഴിഞ്ഞ് റോഡാണ്. അതായത് ഈ സൈഡിലും റോഡാണ്, നമ്മുടെ ഫ്രണ്ട് സൈഡിലും റോഡാണ്. അവിടെയൊക്കെ എപ്പോഴും ആൾക്കാരുണ്ട് കേട്ടോ. എപ്പോഴും ഒന്നും പേടിക്കാനില്ല. എന്ന് വെച്ചാൽ ഞാൻ രാത്രിയിലൊന്നും ഇതിലേ ഇറങ്ങത്തില്ല. എന്നൊരു അത്യാവശ്യത്തിന് മാത്രമേ ഇറങ്ങത്തുള്ളൂ. തേങ്ങ പൊട്ടിച്ച് വെച്ച് ചോറ് തിളച്ചു. ഇനി നമുക്ക് അത്താഴം കഴിക്കാം. ഇന്നധികം വിശേഷങ്ങളൊന്നും പറയാൻ പറ്റിയില്ല. കുഞ്ഞു വീഡിയോ ആണ്. നമ്മൾ വേറെ കുറേ കാര്യങ്ങളുമായിട്ട് ഓട്ടപ്പാച്ചിലായിരുന്നു. ഇടയ്ക്കൊരു വലിയ മഴ മൊത്തം നനഞ്ഞ്
നല്ലൊരു മഴയായിരുന്നു. ഞാൻ പറഞ്ഞു ഒരു കോട്ട് അവിടെ നിന്ന് അങ്ങനെ മേടിക്കാൻ. അവിടെ നോക്കിയിട്ട് ഒരിടത്തും കാണുന്നില്ല. എന്നാലും അങ്ങനെയാണല്ലോ, അത്യാവശ്യത്തിന് നോക്കിയാൽ കാണത്തില്ലല്ലോ. നമുക്ക് കഴിക്കാവേ. ഞാന് എനിക്കും വേണ്ടി ചോറേ എടുത്തോളൂ. അപ്പൊ ഞാൻ പുട്ട്, ഈ പാത്രമാണ് നമ്മുടെ കണ്ണൊപ്പ പാത്രം, പുട്ട് അതിനകത്ത് വെച്ചു. ചോറ് വാർക്കട്ടെ. രണ്ടുപേരും വിളിക്കട്ടെ കഴിക്കാൻ. മോനുകുട്ടോ, അയ്യോ മഴയും പിടിച്ച് തണുപ്പത്ത് പൊതച്ചു മൂടി ഉറങ്ങിയോ? അയ്യോ ഉറങ്ങിയെങ്കിൽ പിന്നെ മോനുകുട്ടന് വേണ്ടായിരിക്കും മുത്തേ പുട്ട്. നീ കഴിച്ചു. അയ്യോ വേണ്ട പാത്രത്തിൽ, വേണ്ട കൊച്ചു പാത്രത്തിൽ അടച്ചു വെച്ച്. ആ ചൂടുണ്ടേ, ചൂടാക്കി അങ്ങോട്ട് എടുക്ക്, പാത്രത്തിനകത്തോട്ട് പിടി. മര്യാദക്ക് ചോറ് വിളമ്പാനും കഴിക്കാനും അറിയത്തില്ല, നടക്കുക. രണ്ടുപേർക്കും കഴിക്കാനുള്ള പുട്ടുണ്ട്. അച്ചാച്ചന് പുട്ട് മതി എന്ന് പറഞ്ഞോണ്ട് മോനിക്കൂട്ടനും പുട്ട് മതി. ഇവിടെ രണ്ടുപേരുടെ പുട്ടിന് തട്ടായിരുന്നു. അമ്മ കൊണ്ട് വരണേ. കഴിച്ചിട്ട് വരാം. ടാറ്റാ. ഞാൻ ചോറ് വിളമ്പട്ടെ. പുട്ടുണ്ടാക്കിയത് കൊണ്ട് ഇന്നലെ കൊണ്ടുവന്ന പഴം ഏകദേശം തീർന്നു. അല്ലെന്നുണ്ടായിരുന്നു അത് കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയേ. ആ വരുവാ. ചോറും വിളമ്പി, പയറുതോരനും വിളമ്പി. ഇനിയും തീയലെടുക്കട്ടെ. ഓ ഇന്നത്തെ അത്താഴം ഇതാണ്. കഴിക്കട്ടെ. നല്ല വിശപ്പുണ്ട്. സമയം ഒരുപാടായി. അവർ നോക്കിയിരിക്കുവാണ്. കഴിക്കട്ടെ. എൻ്റെ പ്രിയങ്ങളോടെല്ലാം സ്നേഹം. വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ. ടാറ്റാ. ഓക്കെ ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.